അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിൽ മറ്റൊരു പ്രധാന ഘട്ടം കൂടി പിന്നിട്ടിരിക്കുകയാണ്. തുറമുഖത്തിൽ നിന്നുള്ള ചരക്ക് ഗതാഗതം റോഡ് മാർഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പുതിയ റോഡിൽ വിജയകരമായി ട്രയൽ റൺ നടത്തി. കണ്ടെയ്നർ കയറ്റി ട്രക്ക് ഉപയോഗിച്ചാണ് പരീക്ഷണോട്ടം നടത്തിയത്. ട്രയൽ റണ്ണിന്റെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷം അന്തിമാനുമതി നൽകാനാണ് അധികൃതരുടെ തീരുമാനം. തുറമുഖത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് റോഡ് ബന്ധം വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇതിനായി നിർമ്മിച്ച 1.7 കിലോമീറ്റർ നീളമുള്ള പുതിയ റോഡിലൂടെയാണ് പരീക്ഷണോട്ടം നടന്നത്. ഈ റോഡ് വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ചരക്കുകൾ വേഗത്തിലും സുരക്ഷിതമായും എത്തിക്കുന്നതിന് ഈ റോഡ് വലിയ സഹായമാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ട്രയൽ റൺ നടത്തിയത്. തുറമുഖത്തിൽ നിന്ന് ഒരു ഒഴിഞ്ഞ കണ്ടെയ്നർ കയറ്റി ട്രക്ക് പുതിയ റോഡിലൂടെ യാത്ര ആരംഭിച്ചു. പരീക്ഷണത്തിന്റെ ഭാഗമായി ട്രക്ക് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ആദ്യം ട്രക്ക് തുറമുഖത്തിൽ നിന്ന് സർവീസ് റോഡ് വഴി ദേശീയപാതയിലേക്ക് കയറി. അവിടെ നിന്ന് വെള്ളാർ ജംഗ്ഷൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. തുടർന്ന് കാഞ്ഞിരംകുളം ഭാഗത്തേക്ക് യാത്ര തുടർന്നു. പിന്നീട് സുരക്ഷിതമായ സ്ഥലത്ത് യു ടേൺ എടുത്ത് തിരിച്ചെത്തി. തലയിക്കോട് ഭാഗത്തെത്തിയ ശേഷം സർവീസ് റോഡ് വഴി വീണ്ടും തുറമുഖത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഭാവിയിൽ ചരക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാനിരിക്കുന്ന അതേ പാതയിലൂടെയാണ് ഈ പരീക്ഷണോട്ടം നടത്തിയത്. ഈ ട്രയൽ റണ്ണിന്റെ പ്രധാന ലക്ഷ്യം പുതിയ റോഡിന്റെയും ദേശീയപാതയുടെയും പ്രവർത്തനക്ഷമമായ പരിശോധിക്കുകയാണ്. വലിയ കണ്ടെയ്നർ ട്രക്കുകൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ അധിക ക്രമീകരണങ്ങൾ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അധികൃതർ വിലയിരുത്തുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷണോട്ടം നടന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി ട്രാക്കിന്റെ യാത്ര നിരീക്ഷിച്ചു. റോഡിന്റെ വീതി, വളവുകൾ, മേൽപ്പാലങ്ങളിലെ സൗകര്യങ്ങൾ, ദേശീയപാതയിൽ പ്രവേശിക്കുന്ന ഭാഗത്തെ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം പ്രത്യേകം പരിശോധിച്ചു. തുറമുഖത്തിൽ നിന്ന് ദേശീയപാതയിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക പാതകളും സർവീസ് റോഡുകളും ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. ദേശീയപാത ചേരുന്ന സ്ഥലത്ത് മറ്റ് വാഹനങ്ങളുടെ ഗതാഗതത്തെ ബാധിക്കാതെയാണ് പുതിയ റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ചരക്ക് വാഹനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ഈ റോഡ് വലിയ പങ്കുണ്ടാകും. ഇപ്പോൾ കടൽ മാർഗം എത്തുന്ന കണ്ടെയ്നറുകളും മറ്റു ചരക്കുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ റോഡ് ഗതാഗതം അനിവാര്യമാണ്. ആയതിനാൽ റോഡ് ബന്ധം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുന്നത് തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പിന്തുണയാകും. പരീക്ഷണ ഓട്ടത്തിനിടെ ട്രാക്കിന്റെ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. വാഹനത്തിന്റെ വേഗത, തിരിവുകൾ എടുക്കുന്ന രീതി, ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന സമയം എന്നിവയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഭാവിയിൽ വലിയ തോതിൽ ചരക്ക് വാഹനങ്ങൾ ഈ പാത ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിശോധനകൾ നടത്തിയത്. ട്രയൽ റണ്ണിന്റെ ഭാഗമായി ദേശീയപാതയിലെ സാധാരണ ഗതാഗതത്തിലും പ്രത്യേക ശ്രദ്ധ നൽകി. കണ്ടെയ്നർ ട്രാക്കുകൾ സ്ഥിരമായി എത്തിത്തുടങ്ങുമ്പോൾ നിലവിലെ ഗതാഗത ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. സിഗ്നൽ സംവിധാനം, സർവീസ് റോഡുകളുടെ ഉപയോഗം, വാഹനങ്ങളുടെ പ്രവേശന സമയം തുടങ്ങിയ കാര്യങ്ങളും പഠനവിധേയമാക്കും. പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയായതോടെ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ട്രയൽ റണ്ണിൽ ശേഖരിച്ച വിവരങ്ങൾ വിശദമായി പഠിച്ച ശേഷമായിരിക്കും അന്തിമാനുമതി നൽകുക. എല്ലാ കാര്യങ്ങളും തൃപ്തികരമാണെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ചരക്ക് വാഹനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ അനുമതി നൽകും. അന്തിമാനുമതി ലഭിക്കുന്നതോടെ തുറമുഖത്തിലേക്കും തുറമുഖത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലാകും. ഇതുവരെ കടൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പ്രധാനമായി നടന്നിരുന്നത്. എന്നാൽ റോഡ് ഗതാഗതം കൂടി ആരംഭിക്കുന്നതോടെ തുറമുഖത്തിന്റെ പൂർണ്ണശേഷി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ്. രാജ്യാന്തര കപ്പലുകൾ എത്തുന്ന ഈ തുറമുഖം കേരളത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് വലിയ നേട്ടങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ. ചരക്ക് കൈമാറ്റം, ലോജിസ്റ്റിക് സേവനങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിലും ഇതിന് ഗുണം ലഭിക്കും. പുതിയ റോഡ് പ്രവർത്തനക്ഷമമാകുന്നതോടെ തുറമുഖത്തിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാകും. കണ്ടെയ്നറുകളും മറ്റു ചരക്കുകളും ദേശീയപാതയിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാനാകും. ഇതിലൂടെ സമയം ലഭിക്കാനും ഗതാഗത ചെലവ് കുറയ്ക്കാനും സാധിക്കും. വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള 1.7 കിലോമീറ്റർ പുതിയ റോഡിലെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായത് വലിയ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ട്രയൽ റണ്ണിന്റെ വിവരങ്ങൾ പരിശോധിച്ച് അന്തിമാനുമതി ലഭിക്കുന്നതോടെ റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതം ഔദ്യോഗികമായി ആരംഭിക്കും. അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന യാത്രയിൽ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.